വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറി അനിൽകുമാറിനെ വീടിന് പുറകിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളനാട് വെള്ളൂർക്കോണത്തെ വീടിന്റെ പുറകിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന അന്വേഷണം നടക്കുകയാണ്. ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ സംഭവത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലോണെടുക്കുകയും ആ പണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്ന ആരോപണം അനിൽകുമാറിന് നേരെ ഉണ്ടായിരുന്നു. സാമ്പത്തിക ക്രമക്കേടിൽ മുങ്ങിയതോടെ ബാങ്ക് ഭരണം അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുക്കുകയും അനിലിനെതിരെ കേസെടുക്കുകയും ഉണ്ടായി. വലിയ ബാധ്യത ഇയാൾക്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ബാങ്കിൽ നിന്നുള്ള പണം ക്രമക്കേട് നടത്തി മറ്റു ചിലർക്ക് കൈമാറിയതായും ഇവർ പണം തിരികെ നൽകാത്തതിനാൽ വലിയ സാമ്പത്തിക പ്രശ്നത്തെ നേരിട്ടതായുമാണ് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും അതിനുശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്നും ആരനാട് പോലീസ് അറിയിച്ചു. വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, അമ്പിളി എന്ന് വിളിക്കുന്ന അനിൽകുമാറിന് ഇന്ന് ഞങ്ങൾ രാവിലത്തെ കണ്ടത് അതിദാരുണമായ സംഭവമാണ്. അയാളെ വീടിൻ്റെ പുറകിലുള്ള പ്ലാവിൻ കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഞാനെല്ലാം വലിയ ദുഃഖത്തിലാണ് ഞങ്ങൾ. അയാൾ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് പിരിച്ചുവിട്ടാണ്ട് 1 വർഷത്തോളം കഴിയുന്നു. ആ പിരിച്ചുവിടാൻ പറയുന്ന കാരണങ്ങളൊന്നും ശരിയല്ല. അവിടെ അയാളെ കൊണ്ട് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചവർ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരികയും അയാൾ കാരണം, വെള്ളനാടേശി കാരണമാണ് അയാളുടെ ഭീഷണിയും അയാളുടെ ഇംഗിതത്തിനും വഴങ്ങാത്തത് കൊണ്ടാണ് അമ്പിളി അവിടെ സസ്പെൻഷൻ ആകേണ്ടി വന്നത്. വഴിയെ പോണവർക്കൊക്കെ വായ്പ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പലരുടെയും പേരിൽ വായ്പ എടുത്തു. അപ്പോൾ അതിനെല്ലാം അമ്പിളി ആദ്യം തൊട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്പിളിയെ ഇഷ്ടമില്ലാതായി. അങ്ങനെ അയാളെ ബോർഡിലെ ഭരണസമിതി അംഗങ്ങളും ആലോചിക്കാതെ അവരെല്ലാം സസ്പെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും ഈ അമ്പിളിയെ സസ്പെൻഡ് ചെയ്തു. അയാൾ മാന്യമായി കുടുംബജീവിതം നയിക്കുകയും നന്നായി സഹകരണ ബാങ്കിനെ വളർത്തിക്കൊണ്ട് വന്ന ആളാണ്. സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക ശേഷിയിലൊന്നും വലിയ കുറവല്ല. പക്ഷേ വെള്ളനാട് ഏശി അവിടെ കൈകാര്യം ചെയ്യാൻ വന്നതോടുകൂടി ആ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ആൾക്ക് വിശ്വാസികളുടെ സഹകാരിയുടെ വിശ്വാസക്കാരുണ്ടാക്കിയത് വെള്ളനാട് ഏശിയാണ്. വെള്ളനാട് ശശിയുടെ അമിതമായ ഇടപെടലും വായ്പ എടുപ്പിക്കുന്നതിനുള്ള നിർബന്ധവും സമ്മർദ്ദവും അമ്പിളിയെ ഈ അതിദാരുണമായ സംഭവത്തിൽ കൊണ്ട് എത്തിച്ചു. അതിന് ബന്ധപ്പെട്ട അധികാരികൾ വെള്ളനാട് ഏശിയുടെ ബാങ്ക് അക്കൗണ്ട് അടക്കം പരിശോധിക്കാൻ അമ്പിളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പലരെയും എടുത്ത പണം അയാൾ സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിക്കണം. അമ്പിളിയുടെ ഉത്തരവാദിത്വം അതിന് വെള്ളനാട് ശശിയെ കക്ഷിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഇനി ഇങ്ങനെ ഒരു സഹകരണ സംഘത്തിൽ ഒരു ജീവനക്കാരനോ ഒരു ബാങ്ക് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മെമ്പർമാരോ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിരന്തരമായി ഉണ്ടാകുന്ന സഹകരണ മേഖലയ്ക്ക് തന്നെ ആകപ്പാടെ ഒരുപക്ഷെ തകർച്ചയിലേക്ക് കൊണ്ടെത്തുന്ന ഇത്തരം സംഭവങ്ങൾ ഇതുപോലുള്ള ചില ഭരണാധികാരികളൊന്നും ഉണ്ടാകുന്നത് കൊണ്ടെന്നുകൂടി സന്ദർഭം ചെയ്യുന്നു. വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ സെക്രട്ടറി ശ്രീ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം തീർച്ചയായിട്ടും വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ അനുഭാവിയും UDFൻ്റെ സജീവ പ്രവർത്തകനും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ആ മരണത്തെ ആഘോഷമാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഈ UDFൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും എല്ലാം മത്സരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതാണ് ഞാനിപ്പോൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് അദ്ദേഹം സർവീസിൽ നിന്ന് സസ്പെൻഷനിലാവുന്നത്. ഈ സസ്പെൻഷനിലായ 1.5 വർഷത്തെ കാലയളവുണ്ടല്ലോ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ വല്ലാത്ത പ്രതികരണമാണ് നടത്തിയത്. എല്ലാം CPMൻ്റെ തലയിൽ അല്ലെങ്കിൽ വെള്ളനാട് ശശിയുടെ തലയിൽ ആരോപിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് ബോധ്യപ്പെടും. പക്ഷേ ഞങ്ങൾ പറയുന്നത് വസ്തുതയാണ്. കഴിഞ്ഞ 1.5 വർഷമായി അദ്ദേഹം സസ്പെൻഷനിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. കോൺഗ്രസിന് വേണ്ടി എല്ലാ പണിയും ചെയ്തിട്ടുള്ള ആളുകളാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് കഞ്ഞി കുടിച്ചാണ് താമസിക്കുന്നതെന്ന് വന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസാക്ഷി അവർക്ക് ഉണ്ടാവണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടും. തിരിഞ്ഞു നോക്കാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ മരണം സംഭവിച്ചപ്പോൾ എന്തോ വലിയ ഒരു വടി കിട്ടിയതുപോലെ, ഇടതുപക്ഷത്തെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള വടി കിട്ടിയതുപോലെ തെരഞ്ഞെടുപ്പല്ലേ, സ്വാഭാവികമായിട്ട് അവർ നടത്തിക്കോട്ടെ.
പക്ഷേ മനസാക്ഷി എന്നുള്ളത് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. കാരണം വേറൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ UD ക്ലർക്കായിരുന്ന ഒരു സുനിൽകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു വർഷത്തിന് മുമ്പാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്താ കാരണം? കോവിഡ് കാലഘട്ടത്തിൽ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ്റെ നേതൃത്വത്തിൽ നടത്തിയ DCC ഡൊമിസിലറി കെയർ സെൻ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം, പാവപ്പെട്ട കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അതിൻ്റെ പേരിൽ വലിയ അഴിമതി നടത്തി, വിജിലൻസ് എൻക്വയറി നടത്തി അഴിമതിയാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് നിരപരാധിയായിട്ടുള്ള ഈ സുനിൽകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്, UD ക്ലർക്കാണ്. അവസാനം പിടിവീഴുമെന്ന് കണ്ടപ്പോൾ ഇവരെല്ലാം കൈമലർത്തി അയാൾ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവും. അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണം. ഒരാൾ ആത്മഹത്യ ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ ഏതെങ്കിലും വകുപ്പിന് കഴിയുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ആത്മഹത്യ ചെയ്തത് ഒരിക്കലും നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഈ നടപടിയെടുത്ത ആളുകളുടെയോ അല്ലെങ്കിൽ CPMൻ്റെ തലയിലോ ഒക്കെ കെട്ടിവെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാടകം കളിക്കാനുള്ള ഇവരുടെ നീക്കത്തിനോട് വലിയ വിയോജിപ്പാണ്. അത് ശരിയായിട്ടുള്ള നിലപാടുമല്ല. വാസ്തവം ഇതാണ്. സാമ്പത്തികമായി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട് അവർ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമെടുത്താണ് അവരിപ്പോൾ നിൽക്കുന്നത്. അല്ല, കണ്ടീഷൻ ബെയിലിലാണ് അവരിപ്പോൾ ജാമ്യമെടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ്. നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സസ്പെൻഷനായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഈ ആത്മഹത്യയുമായി കൂട്ടിവയ്പ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ബാങ്കിൽ നടന്ന അഴിമതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കുകയാണെന്നും വെള്ളനാട് ശശി പ്രതികരിച്ചു.